ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ കഥകളി അഭ്യസനത്തിനായി പെൺകുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചപ്പോൾ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ വലിയഴീക്കൽ സ്വദേശിനിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണപ്രിയയും അതിലൊരാളായി. ഏറെ സന്തോഷത്തിലാണ് മികച്ച കലാകാരിയായ കൃഷ്ണപ്രിയ. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കുവാൻ പെൺകുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചപ്പോൾ തനിക്കും പ്രവേശനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ തെക്കൻ പ്രദേശമായ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ വലിയഴീക്കൽ സ്വദേശിനിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണപ്രിയ. പ്രശസ്ത കഥകളി ആശാനും നടനുമായ കലാമണ്ഡലം ഗോപിയുടെയും ഭരണസമിതിയുടെയും ഇടപെടലിലൂടെയാണ് പെൺകുട്ടികൾക്ക് പ്രവേശനം ഉറപ്പാക്കുന്ന നടപടികൾ കലാമണ്ഡലത്തിൽ സ്വീകരിച്ചത്. തെക്കൻ വിഭാഗത്തിൽ 3 പെൺകുട്ടികൾക്കും വടക്കൻ വിഭാഗത്തിൽ 6 പെൺകുട്ടികൾക്കും പ്രവേശനം ലഭിച്ചു. 8ാം ക്ലാസ്സിലേക്ക് നടത്തിയ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണപ്രിയ, ദേവനന്ദ, വൈഷ്ണവി എന്നീ വിദ്യാർത്ഥിനികൾ തെക്കൻ വിഭാഗത്തിൽ പ്രവേശനം നേടിയത്. വലിയഴീക്കൽ ഹൈസ്കൂളിലാണ് കൃഷ്ണപ്രിയ പഠനം നടത്തിവരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ നൃത്തത്തിൽ അരങ്ങേറ്റം നടത്തിയിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവയിൽ ഏറെ താല്പര്യമുള്ള കൃഷ്ണപ്രിയയ്ക്ക് കഥകളി ചെറുപ്രായത്തിൽ തന്നെ കൃഷ്ണപ്രിയ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. കഥകളി പഠിച്ച് ഈ മേഖലയിൽ തന്റേതായ ഇടം ഉറപ്പിക്കുന്നതിനാണ് ശ്രമമെന്ന് കൃഷ്ണപ്രിയ പറയുന്നു. എനിക്ക് കൊച്ചുനാളിലെ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. അതിനോട് വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിലേക്ക് അപ്ലൈ ചെയ്തത്. അപ്പം കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. നേരത്തെ ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പോൾ മോഹിനിയാട്ടം അടവ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്തത്. കഥകളി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ മോഹിനിയാട്ടത്തിന് അവിടെ അപ്ലൈ ചെയ്തപ്പം കഥകളി പെൺകുട്ടികൾക്കില്ലായിരുന്നു. അത് ഇത് കുറച്ച് ദിവസത്തിന് മുമ്പായിരുന്നു. പക്ഷെ എനിക്ക് അതിന് ഇൻ്റർവ്യൂവിന് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ പെൺകുട്ടികൾക്ക് കഥകളിക്ക് 4 സീറ്റ് ഉണ്ടെന്ന് തെക്കനെ. ഭയങ്കര സന്തോഷം തോന്നുന്നതും കഥകളി തെക്കനെ കിട്ടിയത്. കഥകളിയുടെ ചെറുമുദ്രകൾ തികഞ്ഞ വഴക്കത്തോടെ അവതരിപ്പിക്കുകയും ചെയ്തു. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയും തനിക്ക് ഈ രംഗത്ത് നിൽക്കുന്നതിന് ഊർജം പകരുന്നതാണെന്ന് ഈ കലാകാരി പറയുന്നു. മത്സ്യബന്ധനം തൊഴിലും ഇലക്ട്രീഷ്യൻ പണിയും ചെയ്യുന്ന പിതാവ് രഞ്ജിത്ത് രവി, മാതാവ് ആശ, സഹോദരൻ 2ാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണജിത്ത് എന്നിവരും ഏറെ സന്തോഷത്തിലാണ്. CD നെറ്റ് ന്യൂസ്, ആറാട്ടുപുഴ.